PSV vs Arsenal. എല്ലാ ആർസണൽ ഫാൻസും ഭയങ്കര ഹാപ്പിയാണ്. ആർസണൽ ആർ ബാക്ക്. ആർസണൽ എന്താണ് 7 ഗോൾ അടിച്ചിരിക്കുന്നു. കമോൺ ഗൈസ്, ഞാൻ തീരെ ഹാപ്പി അല്ല. സീരിയസ്ലി ഞാൻ തീരെ ഹാപ്പി അല്ല. ബിക്കോസ് നമുക്ക് ആ 7 ഗോൾ ഒന്ന് എടുത്തു നോക്കാം. ഫസ്റ്റ് ഗോൾ ക്രോസ്, ടിംബർ സ്കോർ ചെയ്യുന്നു. സെക്കൻഡ് ഗോൾ ക്രോസ്, വെനിയറി സ്കോർ ചെയ്യുന്നു. തേർഡ് ഗോൾ മിസ്റ്റേക്ക് ബൈ PSV, മെറീനോ സ്കോർ ചെയ്യുന്നു. ഫോർത്ത് ഗോൾ ക്രോസ് തന്നെ, ഗോൾ കീപ്പർ പ്രോപ്പറായിട്ട് സേവ് ചെയ്യുന്നില്ല, അത് ഓഡഗാർഡ് കൺവേർട്ട് ചെയ്യുന്നു. ഫിഫ്ത്ത് ഗോള്, സിക്സ്ത് ഗോള്, സെവൻത്ത് ഗോള് മാത്രമേ എന്തെങ്കിലും ഒരു ഹോപ്പ് എനിക്ക് തരുന്നുള്ളൂ ആസ് ആർസണൽ ക്യാൻ ഡു സംതിങ് ദിസ് സീസൺ എന്ന്. ഫസ്റ്റ് 4 ഗോളും it's typical Arsenal. They are putting in the cross hoping that a player will find the ball and finish it. ഇത് പ്രീമിയർ ലീഗിൽ നടക്കത്തില്ല. PSV, I don't know what happened with PSV on that day. PSV വളരെ സ്ട്രോങ് ടീമാണ്. അവർ ഡച്ച് ലീഗിൽ സെക്കൻഡ് ആണുള്ളത്. PSV were utter poor in that game. PSV were poor in that game. PSV were not organized. ഇതുകൊണ്ട് മാത്രമാണ് ആർസണൽ were able to score 7 goals in that game. അല്ലാതെ ആർസണൽ ഭയങ്കര ബ്രില്യൻ്റ് ആയതുകൊണ്ടൊന്നുമല്ല. ഓക്കെ, ഞാൻ ഇനി പറഞ്ഞുതരാം വൈ ഐ എം ഹാപ്പി വിത്ത് 5th, 6th ആൻഡ് 7th ഗോൾ. 5th ഗോൾ ട്രൊസാർഡിൻ്റെ ഗോള്. ട്രൊസാർഡ് മേക്സ് എ റൺ ഇൻ ബിഹൈൻഡ്. ഓക്കെ, ആ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് റൺ ഇൻ ബിഹൈൻഡ് ചെയ്യുന്നു, പാസ് കൊടുക്കുന്നു, ട്രൊസാർഡ് കട്ടിൻ ചെയ്ത് സ്കോർ ചെയ്യുന്നു. ഇങ്ങനത്തെ പെനിട്രേറ്റിംഗ് റൺസ് ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് ലാക്കിംഗ് ഇൻ പ്രീമിയർ ലീഗ്. ഇനി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് 5th, 6th, 7th ഗോള് കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് വന്നതെന്ന്. കാരണം ഫസ്റ്റ് 4 ഗോളും അർട്ടറ്റയുടെ സ്ട്രാറ്റജിയിലാണ് കളിച്ചത്. ഫസ്റ്റ് 4 ഗോൾ കയറി കഴിഞ്ഞപ്പോൾ പ്ലേയേഴ്സിൻ്റെതായ കോൺഫിഡൻസ് തോന്നി, ലെറ്റ്സ് ട്രൈ ടു ബി മോർ ഇന്നോവേറ്റീവ്. അവർ കുറച്ചുകൂടെ ഫ്രീഡമോടെ കളിക്കാൻ തുടങ്ങി. ഈ 4th ഗോളും 5th ഗോളും 5th ഗോള്, 6th ഗോള്, 7th ഗോളും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇഫ് യു ഗിവ് ദ പ്ലേയേഴ്സ് ഇച്ചിരി ഫ്രീഡം ആ പ്ലേയേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന്. അർട്ടറ്റ അത് ചെയ്യുന്നില്ല. സീരിയസ്ലി അർട്ടറ്റ അത് ചെയ്യുന്നില്ല. അത് വളരെ ക്ലിയർ ആണ്. 4 ഗോൾസ് വരെയും ക്രോസ് ചെയ്യാം. ക്രോസ് ആൻഡ് PSV ആർ വെരി പുവർ അറ്റ് ഡിഫെൻഡിങ് ക്രോസ്. അതുകൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പക്ഷേ പ്രീമിയർ ലീഗിൽ എല്ലാ ടീംസും ഭയങ്കര ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ആണ്. ഇഫ് യു പുട്ട് 20 ക്രോസസ്, വെസ്റ്റ് ഹാമിനെതിരെ എന്താ സംഭവിച്ചത്? എത്ര ക്രോസ് ആയിട്ടത്? ഒരെണ്ണം കൺവേർട്ടായോ? എത്ര കോർണർ കിട്ടി? ഒരെണ്ണം കൺവേർട്ടായോ? അതുകൊണ്ട് ആർസണൽ ഫാൻസ് ആരും വലിയ ഇതൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തിരിച്ചു വന്നു, 7 ഗോൾ അടിച്ചു, അടുത്ത കളി നമ്മൾ 10 ഗോൾ അടിക്കും എന്നൊക്കെ ചുമ്മാതാ. ബിക്കോസ് ദ സ്റ്റൈൽ ഓഫ് പ്ലേ ഹാസ് നോട്ട് ചേഞ്ച്ഡ്. വെറുതെ നിങ്ങൾ ചുമ്മാ ഉള്ള ഹോപ്സ് എല്ലാം കൂടെ എടുത്ത് തലയിലോട്ട് വെക്കരുത് പ്ലീസ്. സോ നമുക്കിനി 5th, 6th, 7th ഗോൾ വരാം. ദർ ഈസ് ഹോപ്പ്. ഓക്കെ, 5th ഗോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് റൺ ഇൻ ബിഹൈൻഡ്. 6th ഗോൾ ഓഡഗാർഡ് ഔട്ട്സൈഡ് ദ ബോക്സ് ഷൂട്ട് ചെയ്യുന്നു. അത് ഗോൾ കീപ്പറിനെ സേവ് ചെയ്യാവുന്നേ ഉള്ളായിരുന്നു. ഓക്കെ, എന്നാലും പ്ലേയേഴ്സ് ആർ ട്രൈങ് ടു ബി മോർ അഡ്വഞ്ചറസ്. 7th ഗോൾ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ. അങ്ങനെ വേണം കളിക്കാൻ. ഒരു ത്രൂ പാസ് കാലഫിയോറി ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കാലഫിയോറി സത്യം പറഞ്ഞ ഡിഫൻസിൽ നിന്ന് എടുത്തുന്നു അറ്റാക്കിംഗ് മിഡിലേക്ക് ഇടണം. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിക്കുന്നത് കാലഫിയോറി. ഈവൻ കാലഫിയോറിയുടെ ഫസ്റ്റ് ടച്ച് ഓൾസോ ഡിഫെൻസീവ് ടച്ചേ അല്ല. ഈ പുള്ളിയുടെ ഫസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഹെവിയാണ്. അത് ഹി ഷോസ് ടു മച്ച് ഓഫ് ദ ബോൾ. നിങ്ങൾ അടുത്ത പ്രാവശ്യം കളി കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമ്മുടെ ഡിഫൻസിലുള്ളവരെല്ലാവരും ഫസ്റ്റ് ടച്ച് ഇപ്പോൾ ഗാബ്രിയേൽ ആയാലും ശരി, സലീബ് ആയാലും ശരി, ടിംബർ ആയാലും ശരി, ബെൻ വൈറ്റ് ആയാലും ശരി, ആരായാലും ശരി, ഇവർക്ക് ഫസ്റ്റ് ടച്ച് കിട്ടുമ്പം ദേ വിൽ നോട്ട് ഷോ ടു മച്ച് ഓഫ് ദ ബോൾ ടു ദ അതർ പ്ലെയർ. പക്ഷെ അതുപോലെയല്ല കാലഫിയോറി ഹി ഷോസ് ടു മച്ച് ഓഫ് ദ ബോൾ ടു ദ അതർ പ്ലേയേഴ്സ്. പക്ഷെ അത് പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ആണ്. ബിക്കോസ് ഹീസ് മോർ പ്രോഗ്രസീവ്. അതാ ചെയ്യുന്നത് തന്നെ. ഹീസ് ഗിയറിങ് അപ്പ് ടു അറ്റാക്ക്. ആ ബോൾ അങ്ങനെ വെക്കുന്നത് തന്നെ അറ്റാക്കിലേക്ക് പോകാൻ വേണ്ടിയാണ്. സോ ഹിസ് മെൻറ്റാലിറ്റി ഈസ് ഓൾ അബൌട്ട് അറ്റാക്ക്. അപ്പോൾ ആ പ്ലെയറിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ, ക്വാർട്ടർ ഫൈനൽ ആർസണൽ ഉറപ്പിച്ചു. കാരണം ഒരിക്കലും PSV
ആർസണലിൽ വന്നിട്ട് 7 ഗോൾ അടിച്ച് ജയിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ദിസ് ഇസ് ചാമ്പ്യൻസ് ലീഗ്, ദിസ് ഇസ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാലും ശരി, ഇത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കാം, മീശയും പഠിക്കാം, താടിയും പഠിക്കാം, എന്നിട്ട് ഞാൻ ഷോ ചെയ്യാം. ഓക്കെ, ആർസണൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചു. ബട്ട് അത് കഴിഞ്ഞ് ആർസണൽ എങ്ങും പോകാനൊന്നും പോകുന്നില്ല. അവിടെ തീരും. കാരണം ആർസണലിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ ഇത് മാത്രമേ ഉള്ളൂ. പുട്ടിങ് ദ ക്രോസ് ഇൻ, ഹോപ്പിംഗ് ദാറ്റ് someone will find it, and ഇത് look at റിയൽ മാഡ്രിഡ്. ഐ നോ ഇത് കമ്പാരിസൺ ഭയങ്കര ആടിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. എന്നാലും റിയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സിന് എല്ലാവർക്കും ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ദേ ആർ ഡ്രിബിളിംഗ് പാസ് പ്ലേയേഴ്സ്, ദേ ആർ, അല്ലാതെ ചുമ്മാ ഈ സൈഡ് വേസ് പാസിങ് ഒന്നുമല്ല. റോഡ്രിഗോ ഡ്രിബിളിംഗ് പാസ് അവിടെ എത്തിക്കഴിഞ്ഞു, റോഡ്രിഗോ, ഡിയാസ് അവിടെ എത്തിക്കഴിഞ്ഞു, എംബാപ്പെ എത്തിക്കഴിഞ്ഞു. യുനോ, none of this sideways passing, none of this cross ഇട്ടിട്ട് let's hope someone will find it, അങ്ങനെയൊന്നുമില്ല. It's not a tactics, and players are getting exhausted also, കാരണം they all have to make the run behind. Anyway, good.